വ്ളോഗിൽ നമ്മൾ കണിയൊരുക്കങ്ങളൊക്കെ കാണിച്ചു തരാം. ബാ. അപ്പോൾ അച്ഛൻ രാത്രിയിലത്തേക്കുള്ള തോരനുള്ള വൻപയറോ അമരപ്പയറോ അതെന്തോ സാധനമാണിത്, അതരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അച്ഛൻ കൊണ്ടുവന്ന് കണിക്ക് വെക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ കാണിച്ചു തരാം. ഇത്രയും ഫ്രൂട്ട്സാണ് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. കൈവച്ചൊക്കെ ഈ പ്രാവശ്യമില്ല. വെളിയിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബട്ട് ഇതുവരെ കത്തിച്ചില്ല. ഒരു പച്ച ലൈറ്റ് മാത്രം കത്തിക്കുന്നു. രാത്രി എന്ത് കാണാൻ പറ്റുന്നുണ്ടോ? അതിനിടയ്ക്ക് ഞാൻ അച്ഛൻ കൊണ്ടുവന്ന മുളക് ബജി ചമ്മന്തി കൂട്ടി ഒരു ചായയും കുടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കണിക്ക് വെക്കാനുള്ള തുളസിമാല കെട്ടുകയാണ്. അപ്പോൾ ആ തുളസിക്ക് ഇടയിൽ കുറച്ച് തെറ്റിപ്പും കൂടെ വെച്ചാൽ രസമായിരിക്കത്തില്ലേ, അപ്പം അതുകൂടെ പറിക്കുകയാണ്. ഞാൻ മാല കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ വെല്ലിച്ചൻ വന്നു. വെല്ലിച്ചൻ ഇന്നാണ് വന്നത്, നാളെ വിഷു ആയതുകൊണ്ട് തന്നെ. ഇത് വെല്ലിച്ചൻ്റെ ഭാര്യയാണ്, ഞങ്ങളുടെ ഈ. അപ്പോൾ വെല്ലിച്ചൻ കൊണ്ടുവന്ന മുട്ടായിയൊക്കെ എടുത്ത് തരുമായിരുന്നു. കണ്ടില്ലേ, അതൊക്കെ എടുത്തു തന്നു. ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ഞാൻ മാലയും കെട്ടുന്നുണ്ട്. എനിക്കങ്ങനെ വലുതായിട്ട് മാലയൊന്നും കെട്ടാൻ അറിയത്തില്ല, പക്ഷേ എന്നാലും എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ മാല കെട്ടി. ഇന്ന് നല്ല നിലാവായിരുന്നു. അപ്പോൾ ഇന്ന് ഏപ്രിൽ 13 എൻ്റെ ചേച്ചി മുംബൈയിൽ നിന്ന് ഭയങ്കര സർപ്രൈസായിട്ട് വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും അറിഞ്ഞു, ഞാൻ മാത്രം അറിഞ്ഞില്ല. അപ്പം അവൾക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പോഴത്തേക്കിനും അപ്പുറത്തെ ലൈറ്റ്സൊക്കെ കത്തി. ഞാനും അമ്മയും കൂടെ വെളിയിൽ നോക്കിയിരിക്കുക. അച്ഛൻ വിളിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചേച്ചി വന്നു. ഞങ്ങളുടെ അല്ല, എൻ്റെ. ഞാൻ പക്ഷേ ചേച്ചി എന്നൊന്നല്ല കേട്ടോ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പൂച്ചയും പോയി. അങ്ങനെ ഓട്ടോയിൽ എൻ്റെ ചേച്ചിന്നൊന്നും ഞാൻ വിളിക്കാറില്ല, പാറോന്ന് തന്നെ വിളിക്കട്ടെ. പിന്നെ വന്നു കഴിഞ്ഞ് അവൾ എന്തൊക്കെയോ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുമായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, കുറേ മുട്ടായിയും ഡ്രസ്സും ഒക്കെ. എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ കണിക്ക് വെക്കാനുള്ള വിളക്കൊക്കെ തേച്ച് കഴുകാൻ പോയി. അതൊക്കെ കഴുകി എടുക്കുകയാണ്. അങ്ങനെ ഓരോ വിളക്കുമൊക്കെ കഴുകി, വിളക്കും താലവും എല്ലാം കഴുകി എടുക്കണം. അങ്ങനെ വിളക്കൊക്കെ കഴുകിയെടുത്തു. ഇനി കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ പറിക്കണം. പിന്നെ ഞങ്ങൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളുടെ മുറ്റത്ത് മൊത്തം നമ്പ്യാർ വട്ടം പൂത്ത് നിൽക്കുക. അപ്പം ഞാൻ പറിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് അച്ഛൻ വഴക്കും പറയുന്നുണ്ട് ഇരുട്ടത്ത് വന്ന് പൂ പറിക്കുന്നതിന്. പക്ഷേ ഞാനത് കേട്ടില്ല. അപ്പം ഞാൻ പോയി കണി ഒരുക്കട്ടെ. ഒരുക്കിയൊക്കെ ഉള്ളത് നാളെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.